ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കണക്കൽ. 10 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടെന്ന തീരുമാനത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ഇന്നലെ 89 ദുരന്തബാധിതരുമായി കളക്ടർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും 8 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. 7 സെന്റ് ഭൂമിയും വീടും ടൗൺഷിപ്പിൽ നൽകാമെന്നും താൽപ്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം നൽകാമെന്നും അടക്കമുള്ള സർക്കാർ പാക്കേജിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. 10 സെന്റ് ഭൂമിയും വീടും അല്ലെങ്കിൽ 40 ലക്ഷം രൂപ വേണമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. കേരളം ഇപ്പോൾ എൻ്റെ സംസ്ഥാനമാണെന്നും കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുമായി നിരന്തര ആശയവിനിമയം നടത്തുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എംപിമാർക്കായി ഒരുക്കിയ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ലഹരിയെന്നും ലഹരി സംഘങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും അനുവദിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുറവ് ബ്രാൻഡിംഗിന് പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാർക്ക് നൽകാനുള്ള കേന്ദ്രവിഹിതം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് P. സന്തോഷ് കുമാർ MP. മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും സതീഷ് കുമാർ വ്യക്തമാക്കി. മൊത്തം 600 കോടിയാണ് നൽകാനുള്ളതെന്നും കഴിഞ്ഞ വർഷം മാത്രം നൽകാനുള്ളത് 100 കോടിയാണെന്നും രാജ്യസഭ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും P. സന്തോഷ് കുമാർ വ്യക്തമാക്കി. ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്ര സുരേഷ് ഗോപി വീണ്ടും സമരപ്പന്തൽ. ആശാമാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കേന്ദ്രം കൊടുത്തുവെന്നും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും സമരപ്പന്തലെത്തിയ സുരേഷ് ഗോപി ആശാവർക്കർമാരോട് പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേരളം കൈമാറിയിരുന്ന കേരളത്തിൽ വന്ന വാദങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കള്ളം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ആരാണ് കള്ളം പറയുന്നത് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും കേന്ദ്രത്തിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സെക്രട്ടറിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം നീതിക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിഞ്ഞുവെന്നും കേരളത്തിന് കേന്ദ്രം കുടിശ്ശികയൊന്നും നൽകാനില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞതോടെ ആശാവർക്കർമാരുടെ പേരിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ പ്രചരണത്തിന് സംസ്ഥാനം മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കായി സംസ്ഥാന സർക്കാർ 2016-17 കാലയളവ് മുതൽ ഇതുവരെ അനുവദിച്ചത് 600 കോടി 70 ലക്ഷം രൂപ. മന്ത്രി VN വാസവനാണ് ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. PC ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കില്ലെന്നും മകൻ ഷോൺ ജോർജ് എന്ത് പറഞ്ഞാലും കേസെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലവ് ജിഹാദ് ആരോപണത്തിൽ 400 അല്ല 4000 പേരുടെ കണക്കുണ്ടെന്ന് ചോദിച്ചാൽ ബോധ്യപ്പെടുത്തേണ്ട ഇടത്ത് നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദ്കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയിലെ കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം മുനിസിപ്പൽ സെഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദ്കുമാറിന്റെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതിയായ MS സൊല്യൂഷൻ CA മുഹമ്മദ് ഷുഹൈബിനെ കൊടുവള്ളിയിൽ സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുത്തു. ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറത്തെ മഹദീൻ സ്കൂൾ ജീവനക്കാരൻ അബ്ദുൽ നാസറിനെ ഇന്നലെ സ്കൂളിലെത്തി തെളിവെടുക്കും. അതിനിടെ SLC പരീക്ഷയ്ക്കുള്ള ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന വാഗ്ദാനമായി MS സൊല്യൂഷൻ വീണ്ടും ഓൺലൈനിൽ സജീവമായതായും റിപ്പോർട്ടുകൾ. കനത്ത ചൂട് കണക്കിലെടുത്ത് കറുത്ത ഗൗണും കോട്ടും ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകർ രംഗത്ത്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷനാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട തലസ്ഥാന നഗരിൽ മദ്യത്തിന് 24 മണിക്കൂർ നിയന്ത്രണം. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നാളെ വൈകിട്ട് 6 വരെയാണ് നിയന്ത്രണം. ആറ്റുകാൽ പൊങ്കാലയുടേതിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വളരെ സുരക്ഷിതമായി പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. വിനോദയാത്ര പോയ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് കഞ്ചാവുമായി വിദ്യാർത്ഥികളെ പിടികൂടി. കൊല്ലം നഗരത്തിലെ കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ട സംഘത്തിലെ 3 പേരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ബിരുദ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. കണ്ണൂർ ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച 100ഓളം BJP CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കണ്ണൂർ മുഴുപ്പിലങ്ങാട് കുറുമ്പക്കാവിലെ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. CPM BJP സംഘർഷം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിനെ ആക്രമിച്ചത്. കണ്ണൂർ പാനൂർ പൊയിലൂർ BJP പ്രവർത്തകന് വെട്ടേറ്റു. കൊല്ലംപറ്റ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPM എന്ന് BJP ആരോപിക്കുന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് പാലാഴിക്ക് സമയം കളിക്കുന്നതിനിടെ 7 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചു. നല്ലളം കീഴ് വനവാടം MP ഹൗസിൽ മുഹമ്മദ്
ഹാജിഷ് ഐഷ ദമ്പതികളുടെ മകൻ ഇവാൻ ഹൈബൽ ആണ് മരിച്ചത്. ഇരിങ്ങല്ലൂർ ലാൻഡ്മാർക്ക് അബാക്കസ് ബിൽഡിംഗ് ഇന്നലെ വൈകിട്ട് 8 മണിയോടെയാണ് അപകടം നടന്നത്. കരുക്കൽ വിൽക്കുന്ന പെട്ടിക്കടയിലെ കാർ പാഞ്ഞു കയറി യുവതി മരിച്ചു. എറണാകുളം കോതമംഗലത്ത് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. ഇടുക്കി സ്വദേശി ശുഭയാണ് മരിച്ചത്. 31 വയസ്സ് ആയിരുന്നു. ജോർദാനിൽ വെടിയേറ്റ് മരിച്ച തുമ്പ സ്വദേശി തോമസ് ഗബ്രിയൽ പേരയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ പുലർച്ചെയോടെ ഗബ്രിയലിന്റെ മൃതദേഹം ജോർദാനിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയായിരുന്നു ഗബ്രിയൽ കൊല്ലപ്പെട്ടത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ദുരന്തം. ഒപ്പമുണ്ടായിരുന്ന ബന്ധു എഡിസൺ പരിക്കേറ്റ നിലയിൽ നാട്ടിലെത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. തോമസിനെയും എഡിസനെയും ജോർദാനിലേക്ക് കൊണ്ടുപോയ തുമ്പ സ്വദേശിക്കെതിരെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബാംഗങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമോന്നത ബഹുമതി സമ്മാനിച്ചു മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലമാണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് ദ കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചത്. മൗറീഷ്യസിന് പരമോന്നത ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇതോടെ മോദി മാറി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന 21ാമത്തെ അന്താരാഷ്ട്ര ബഹുമതി കൂടിയാണിത്. 2 ദിവസ സന്ദർശനമായി മൗറീഷ്യസിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്മാനമായി ഗംഗാജലവും ബീഹാറിന്റെ വിശിഷ്ടഭക്ഷണമായ മഖാനയും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രസിഡന്റും സമ്മാനിച്ചു. കബഡി മത്സരത്തിൽ ജയിച്ച ദളിത് വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് പ്രബല ജാതിക്കാരൻ. തമിഴ്നാട് തൂത്തുക്കുടിയിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥി ദേവേന്ദ്ര രാജയാണ് പ്രബല ജാതിക്കാർ ആയ 3 യുവാക്കൾ സ്കൂളിലേക്ക് പോകും വഴി ആക്രമിച്ചത്. ബസ്സിൽ നിന്ന് വിളിച്ചിറക്കിയാണ് ദേവേന്ദ്ര രാജയെ വെട്ടിയത്. ദേവേന്ദ്രന്റെ വിരലുകളും അറ്റുപോയിട്ടുണ്ട്. കന്നഡ നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസ് ബംഗളൂർ റെസ്റ്റോറന്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തരുൺ രാജ് എന്ന ആൾ കൂടി അറസ്റ്റിലായി. മുംബൈയിലും സമീപ ജില്ലകളിലും ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്ന നഗരത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ബീഹാറിലെ ഗോപാലി ചൌക്കിലെ തനിഷ്ക ജുവലിൽ മോഷണം നടത്തിയ പ്രതികളെ സിനിമാ സ്റ്റൈൽ ഓപ്പറേഷനിലൂടെ പിടികൂടി പോലീസ്. വാഹനങ്ങളിലും ചേസിംഗ്, പരസ്പരം വെടിവെപ്പും ഉൾപ്പെടെയുള്ള സാഹസവും നാടകീയമായ രംഗങ്ങളിലൂടെയാണ് പോലീസ് മോഷ്ടാക്കളെ കീഴടക്കിയത്. ഗുജറാത്തിൽ 4 വയസ്സുകാരെ അയൽവാസി കഴുത്തറുത്ത് വന്നത് നരബലി എന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ഭൂധനം ദുർവിനിയോഗം ചെയ്തുവെന്ന കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കാൻ കോടതി കേസ് നിർദ്ദേശിച്ചു. 100-ന്റെയും 200-ന്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക്. അതേസമയം പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെയും സാധ്യത ബാധിക്കില്ല. നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും. പുതിയ നോട്ടുകൾ വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത്. മണിപ്പൂരിലെ സെനാപതി ജില്ലയിലെ ചങ്ബാങ് ഗ്രാമത്തിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 BSF ജവാന്മാർ കൂടി മരിച്ചു. 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ പാസഞ്ചർ ട്രെയിനായ റാഞ്ചി വിഘടനവാദികൾ 182 പേരെ ബന്ദികളാക്കി. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കെറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് വിഘടനവാദികൾ റാഞ്ചിയത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 20% തീരുവ ഈടാക്കുമെന്നാണ് മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ പുതിയ തീരുമാനം അനുസരിച്ച് 50% ഇറക്കുമതി തീരുവ ചുമത്തിയെന്ന് ആണ് US അറിയിച്ചിരിക്കുന്നത്. US-ലേക്കുള്ള വൈദ്യുതി കയറ്റുമതി കാനഡയുടെ ഓന്റിയോ പ്രവിശ്യ 20% തീരുവ ചുമത്തിയ പശ്ചാത്തലമുള്ള തിരിച്ചടിയാണ് ട്രംപ് നികുതി ചുമത്തിയിരിക്കുന്നത്. ടെസ്ല ഉടമ ഇലോൺ മസ്കുള്ള പിന്തുണ ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ സഹായിക്കാൻ മസ്ക് സ്വയം മുന്നോട്ട് വരികയാണെന്ന് പക്ഷേ ചില ഇടതുഭ്രാന്തന്മാർ അദ്ദേഹത്തെ എതിർക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ഉക്രൈൻ അംഗീകരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുംബൈ സിറ്റി FC ഇന്ത്യ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ ലീഗിൽ അവരുടെ അവസാന മത്സരത്തിൽ ബംഗളൂരു FCയെ എതിരില്ല 2 ഗോളുകൾക്ക് തോൽപ്പിച്ചോടെയാണ് മുംബൈ പ്ലേ ഓഫിലെത്തിയത്. ആദ്യ 6 സ്ഥാനക്കാരനാണ് പ്ലേ ഓഫിന് യോഗ്യത നേടുക. 6ാം സ്ഥാനത്താണ് മുംബൈ. ഇതോടെ ഒഡീഷ FC ISFൽ നിന്ന് പുറത്തായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.